കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഭാര്യ വീട്ടിൽ നിൽക്കാൻ വരുന്ന ഭർത്താവിന് ഭാര്യ വീട്ടിൽ നിൽക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ ഒരു തടസ്സമുണ്ട്. അതെ, അമ്മക്കൊട്ടും ഇഷ്ടമല്ല തൻ്റെ മകൻ ഭാര്യ വീട്ടിൽ നിൽക്കുന്നത്. അമ്മ ഒന്ന് രണ്ടും പറഞ്ഞ് തൻ്റെ മകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. എന്നാൽ ഒരു ചായ പോലും കുടിക്കാതെ മരുമകൻ പോയത് ഭാര്യയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മ പുതിയ അടവുകളൊക്കെ തൻ്റെ മകളെ പഠിപ്പിച്ചു കൊടുത്ത് ആ അടവുകളൊക്കെ മകൾ ഇവിടെ വന്ന് പയറ്റാൻ തുടങ്ങിയതും ഇവിടെ അമ്മായിയമ്മയും മരുമകളും മകനും എല്ലാവരും കൂടി ഭൂലോക പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിയോടെത്തി. ചട്ടിക്കും കലത്തിനും കുക്കറിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അടി. അവസാനം ആ പ്രശ്നം എവിടെ വരെ എത്തിയെന്ന് നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. അതെ, അത് കുടുംബ കോടതിയിലെത്തി. രണ്ടും രണ്ട് വഴിക്കായി. ഈ പ്രശ്നത്തിൽ പ്രത്യേകിച്ച് ഒരാളെ മാത്രം കുറ്റപ്പെടുത്താനൊന്നുമില്ല, എല്ലാവരും കുറ്റക്കാരാണ് കേട്ടോ. കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. തൻ്റെ മകൻ്റെ ജീവിതം താൻ കാരണമാണ് നശിച്ചതെന്നോർത്ത് ഈ അമ്മ പശ്ചാത്താപത്തിൽ മകന് വേണ്ടി ഒരു പെണ്ണിനായി അന്വേഷണം തുടങ്ങി. ഇനി ബാക്കി കഥ നമുക്ക് കണ്ടാലോ? പോയ കാര്യമൊന്നും സാധിച്ചിട്ടുമില്ല. അല്ല, അവിടെ വന്നേ, നിങ്ങളൊരു കണ്ടുപരിചയമുണ്ടല്ലോ. നിങ്ങളുടെ മോളല്ലേ ആ ഉഷേച്ചിയുടെ മോൻ കല്യാണം കഴിച്ചത്? അതെ, ആ ബന്ധമെല്ലാം പോയാട്ടാ, അതൊന്നും ശരിയില്ല. നിങ്ങൾ എവിടെയാ? ഞാൻ ആ നാട്ടിലാണപ്പാ. അതെ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നിങ്ങളാ. ഞാൻ ചെറിയ ബ്രോക്കറൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണേ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അല്ല, ആദ്യത്തെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ രണ്ടാമത് കഴിച്ച് ഏട്ടാ. അതൊന്നും പറയണ്ട എൻ്റെ ഏട്ടാ. എൻ്റെ ഒരു വാശിപ്പുറത്ത് ഞാൻ അതിനെ വേഗം പിടിച്ച് വേറൊരുത്തിന് കൊടുത്ത്. അവനൊരു മെന്റൽ രോഗിയാണെന്ന് അറിയുന്നില്ല. 2 ആഴ്ച എൻ്റെ മോൾ അവിടെ നിന്നിട്ടുള്ളൂ. അപ്പോക്കും തന്നെ ഇപ്പോഴും പക്ഷെ അതിനും കൊടുത്ത് ഇപ്പൊ ഇവിടെ വീട്ടിലുണ്ട്. എന്തെങ്കിലും അവളെ ചില്ലറയാക്കിട്ട് എന്തെങ്കിലും പഠിപ്പിക്കാന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. എന്തെങ്കിലും പഠിപ്പിച്ച ഒരു ജോലിയെല്ലാം കൈമേലാക്കി അവളെ സ്വന്തം ആയില്ലേ. നിങ്ങളുടെ മോൾക്ക് പറ്റിയ നല്ലൊരു ബന്ധം എൻ്റെ കയ്യിലുണ്ട്. നല്ലൊരു ചെക്കനാ, നടത്താൻ പറ്റുമോ? ഇനിയൊരു കല്യാണത്തിനൊന്നും സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഓളെ തലയിലെടുത്ത് അതാണെങ്കിൽ അത് നടക്കട്ടെ. ഇത് നല്ലൊരു ബന്ധമാണ്. നിങ്ങളുടെ മോളോട് ചോദിച്ചു നോക്ക്. ഇത് നടന്ന നല്ല കാര്യമാണ്, നിങ്ങളുടെ ഭാഗ്യമാണ്. ഇത് നടക്കും, നിങ്ങൾ ചോദിച്ചു നോക്ക്. ഇനി ഒരു ബന്ധത്തിനൊന്നും അവള് നിക്കൂല ഏട്ടാ. ചോദിച്ചു നോക്ക്, പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞു നോക്കാം. കുട്ടിയുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ. എന്നാ ഞാൻ പോട്ടെ. അല്ല, നിന്നെ ആ നമ്പർ എന്ന് പറഞ്ഞാല് ഇടക്കൊന്ന് വിളിക്കാലോ. നമ്പർ തരാം. എന്നാ ശരി, മോളോട് ചോദിക്ക്. ഞാൻ വിളിക്കാം കേട്ടാ. എന്നാ ശരി. ഇനിയിപ്പോൾ അവളൊരു കല്യാണത്തിന് സമ്മതിക്കൊന്നുമില്ല. ഞാൻ പറയാന്നല്ലാണ്ട് നമ്മളെ വായിലെ വെള്ളം പറ്റും, അത്രേ ഉള്ളൂ. അമ്മ വന്നാ എന്തായി പോയ കാര്യം? ഒന്നും ശരിയായില്ല മോളെ. ഇനി ഒരിക്കലും കൂടി പോണം. കാലും കയ്യെല്ലാം ഭയങ്കര വേദന ഇപ്പാ നടന്നിട്ട്. മോളെന്തെങ്കിലും കഴിച്ചാ? എന്ത് കഴിച്ച്? ചോറ് കഴിച്ച്. ഞാനാ വരുന്ന വഴിക്കൊരു ബ്രോക്കറെ കണ്ടു മോളെ. അയാളുടെ അടുത്ത് ഒരു നല്ല ചെക്കനുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അമ്മക്ക് ഇനിയും മതിയായിട്ടില്ല എൻ്റെ ജീവിതം വെച്ച് കളിച്ചിട്ട്. അമ്മേന്റെ വാക്ക് കേട്ട് തുള്ളിയാണ് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ഇനിയെങ്കിലും ഒന്ന് മതിയാക്ക്. അമ്മേന്റെ വാക്ക് കേട്ടിട്ട് ഇപ്പൊ എന്തായി? ഒരു മാനസിക രോഗിനെ പിടിച്ച് എടുപിടിയെന്നും പറഞ്ഞ് കല്യാണവും കഴിപ്പിച്ച് അയാളെ കയ്യിൽ നിന്ന് ചാവാണ്ട് രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യാന്ന്. എന്തിനാണ് അമ്മേ ഇപ്പൊ ഓർക്കുന്ന ഒന്നും വേണ്ടായിരുന്നത്? എല്ലാം അമ്മേന്റെ വാക്ക് കേട്ടിട്ടാണ്. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടാമ്മേ. കല്യാണം എന്ന് പറഞ്ഞ് ഇനി എന്റെ അടുത്തേക്ക് വരരുത്. എനിക്ക് കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എന്റെ ഫ്രണ്ടിനോട് ഒരു ജോലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവളെനിക്ക് ബാംഗ്ലൂർ ഒരു ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് ജോലി ശരിയായാലും അങ്ങോട്ടേക്ക് പോകും. എനിക്കറിയാം എന്റെ കാര്യം തീരുമാനിക്കാൻ. എന്നെ വെറുതെ വിട്ടേക്ക്. ഇല്ല മോളെ, ഇനി മോളെ ജീവിതം നശിപ്പിക്കാൻ അമ്മ വരുന്നില്ല. ഇനി ഒരു കാര്യത്തിനും അമ്മ നിർബന്ധിക്കും വരുന്നു. സതീശനാ? എന്താണ് ഈ വഴിക്കൊക്കെ? ഞാൻ വന്നതേ നിങ്ങൾ മുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ, ആ കാര്യം ഇപ്പഴാ റെഡിയായത്. അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ. റെഡിയായാ? കേറി ഇരിക്കുക സതീശ, നമുക്ക് പറയാല്ല. കുറച്ച് പറയാനുണ്ടത്. അതെ, ആരാണ് സതീശ? എവിടെയാണ് പെണ്ണ്? പെണ്ണൊക്കെ ഉണ്ട്. പെണ്ണൊക്കെ നിങ്ങൾ അറിയുന്ന പെണ്ണുമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് മനസ്സ് വെക്കണം. എൻ്റെ സതീശ, എൻ്റെ മോനൊരു പെണ്ണിനെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ്. എന്നാ പിന്നെ ബാക്കി കാര്യങ്ങൾ സതീശനെ എത്തി. അത് പറഞ്ഞ വാക്കായിരിക്കും.
ആ സതീഷ് ചേട്ടനാ, ആ എന്താ നീ വഴിക്ക് കൊറേ ആയാലും കണ്ടിട്ട്? ഞാൻ വെറുതെ ഇങ്ങനെ പോകുന്നതാണ്. അമ്മ മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടായി മോൻ്റെ ഒരു പെണ്ണിന്റെ കാര്യത്തിനെ പറ്റി അത് ആലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. സതീഷ് ചേട്ടൻ എന്താണ് വെറുതെ എന്തിനാ ഇതിന്റെ പുറകെ സമയം കളയുന്നു? എനിക്ക് പെണ്ണും പെടക്കോഴിയൊന്നും വേണ്ട, എല്ലാം മതിയായി. അല്ല അമ്മ എന്നോട് മുന്നേ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അമ്മ അങ്ങനെ പലതും പറയും, അവന്നും കേട്ട് സതീഷ് ചേട്ടൻ തുള്ളാൻ നിൽക്കണ്ട. ഞാൻ വരുന്നേ ചേട്ടാ, ഞാൻ വരുന്ന, ഞാൻ പോയിട്ട് വരാം. ഇത് കണ്ടില്ലേ സതീശ, ഇതാണ് ഇവന്റെ സ്വഭാവം. ഞാനൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു പോണത്. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കാലം വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കി അവൻ്റെ കാര്യങ്ങൾ നോക്കും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇപ്പം എൻ്റെ പേരിൽ തെറ്റുണ്ടില്ലെന്നല്ല പറയണം, എന്നാലും അവനിപ്പം എന്നോട് വാശി തീർക്കണ പോലെയാണ് അവൻ്റെ വർത്താനം. അവൻ ഇങ്ങനെയൊക്കെയാണ് പറയണത്. അവന് വേണ്ടെങ്കിൽ വേണ്ട, ഞാനിനി ആർക്കാണ് പെണ്ണ് നോക്കേണ്ടത്? മതി, കല്യാണമൊന്നും വേണ്ട സതീശ, മതി. ഉഷേച്ചി നിങ്ങൾ അനങ്ങാണ്ടേക്ക്, ഞാൻ പെണ്ണാരാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ല. ആ പെണ്ണാരാണെന്ന് അറിയുമ്പോൾ ചേക്കന് ഇഷ്ടപ്പെടും. അത് സതീശനാണ് പറയണത്. സതീശൻ പെണ്ണാരാണെന്ന് പറഞ്ഞില്ലല്ല. പെണ്ണ് അത് നടക്കുവോ സതീശ? നടത്താൻ നിങ്ങൾ ഓക്കെയാണോ? എനിക്കെന്ത് എതിർപ്പ്? എനിക്ക് ഒരേ എതിർപ്പുമില്ല. എനിക്ക് സന്തോഷമുള്ള ആ കാര്യത്തിൽ എനിക്ക് എൻ്റെ മോനെ കല്യാണം നടന്നു കിട്ടിയാൽ മതി. എന്നാൽ പിന്നെ സതീശനേറ്റി. പക്ഷെ ഒരു കാര്യമുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതുപോലെ നിങ്ങൾ നിൽക്കണം. ഈ ഒരു കാര്യത്തിന് ഞാൻ എന്തിനും തയ്യാറാണ് സതീശ. എന്നാ പിന്നെ ഉഷയിച്ച് ഒന്നിനും പേടിക്കണ്ട, ബാക്കി കാര്യങ്ങൾ സതീശനേറ്റി. ഞാൻ ഇറങ്ങട്ടെ എന്നാ. എന്നാ ശരി, ഞാൻ വയ്യെ വിളിക്കാം. എന്നാ വിളിക്ക്. ഞാൻ അവരെ ഒന്ന് വിളിച്ചിട്ട് നിങ്ങളെയും വിളിക്കാം. ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടാ. പിന്നെ കാര്യങ്ങൾ പിന്നെ പറയാം. സതീശനോടാണ് കളി. എത്ര കാര്യങ്ങൾ സതീശൻ നടത്തിയേക്കണം. സതീശൻ നടത്താത്ത കാര്യം ഇപ്പം തുടങ്ങിയാണ്. നമ്മൾ നടത്താത്ത കാര്യങ്ങളുണ്ട്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, ഞാൻ സതീശനാണ്, ബ്രോക്കർ സതീശൻ. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ മുന്നേ, മോളുടെ കാര്യം. മോള് സമ്മതിച്ചാ? അത് ഞാൻ സംസാരിച്ചേട്ടാ, അത് ഓള് പറഞ്ഞിട്ട് അതൊന്നും കേൾക്കുന്നില്ല. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ഓള് അതിനൊന്നും നിൽക്കൂലെന്ന്. പിന്നെ ഞാൻ എന്നാലും ഒരു ഇതിൽ പറഞ്ഞു നോക്കി, അപ്പം അത് ഓള് അതിനൊന്നും സമ്മതിക്കുന്നില്ല. കല്യാണത്തിന് സമ്മതമെന്ന് പറയാനായിട്ട് ചെക്കനാരെന്നറിഞ്ഞാ? ചെക്കനാരാണെന്നറിഞ്ഞാലേ സമ്മതം ഉണ്ടോ ഇല്ലേന്നറിയാൻ. ചെക്കൻ ആരാന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ചെക്കൻ അത് നടക്കുവാ? നടക്കാണ്ട് ഇവിടെ പോണ്, അത് നടത്തുന്നിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം, നിങ്ങളത് അനുസരിക്കണം. എനിക്കത് 100% സമ്മതാന്ന്. അവരും ഒക്കെയാണാ? എന്നാ പിന്നെ ബാക്കി കാര്യം സജഷനേറ്റ്, ബാക്കി കാര്യങ്ങളൊക്കെ ഏറ്റ് ഞാൻ. ഇനി വരാതിരിക്കോ സതീശ? ഉഷ സമാനപ്പെട്ടിരിക്കും, ഞാനല്ലേ പറഞ്ഞേക്കണത്. വരാണ്ടെന്നിരിക്കൂല, സമാനായിട്ട് കാണുന്നില്ല, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ നീ വരുന്നില്ല. എന്താ ഇത്ര വൈകിയത്? കുറച്ച് താമസിച്ചുപോയി. ഞാൻ കൊറേ സമയമായി കാത്തു നിൽക്കുന്നത്. നിങ്ങളെന്താ ചേച്ചി ഈ ചെക്കനും പെണ്ണും കളിക്കണത്? ഞാൻ നിങ്ങളൊന്ന് കൂട്ടി വെപ്പിക്കാനല്ല ഞാൻ നോക്കുന്നത്. നിങ്ങൾ കാര്യം അങ്ങോട്ട് പറ അവരോട്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് പറയാനാണ്? എനിക്ക് ഈ കാര്യത്തിൽ ഒരു വിരോധവുമില്ല, എനിക്ക് ആരോടും ഒരു വൈരാഗ്യവുമില്ല. പിന്നെ അന്നൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അതൊക്കെ മറക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടക്കട്ടെ. സതീശനെല്ലാം പറഞ്ഞിട്ടില്ലേ? എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനക്കും ആരോടും വിരോധമൊന്നുമില്ല. അന്ന് അങ്ങനെയെല്ലാം പറ്റിപ്പോയി. പിന്നെ ഈ കാര്യത്തിന് എനക്കും ഇഷ്ടം തന്നെ. പിന്നെ ഇവിടെ ആർക്കാ വിരോധം? എനിക്കാ കൈ അങ്ങോട്ട് കൊടുത്ത രണ്ടുപേരും. പിന്നെ എന്താണ് ഞതിക്കൂടലി? ഞാനാ മോളോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. നിങ്ങളെ രണ്ടാളെയും കണ്ട കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അവള് സമ്മതിക്കുവാന്ന് അറിയില്ല. അത് സാരമില്ല. ഞാനില്ലേ, എനിക്ക് അവളൊന്ന് നേരിട്ട് കാണണം, അവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, എനിക്ക് അവളോട് മാപ്പ് പറയണം. അന്നാ ചെയ്തു പോയ കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. എന്നാ പിന്നെ നമുക്ക് പോകാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഇപ്പൊ തന്നെ സംസാരിക്കല്ല, 3 പേരും കൂടി പോകാം. കാര്യങ്ങൾ ടക്കടക്കാ നടക്കട്ടെ. അതല്ലേ എന്റെ കഴിവ്. നോക്കി നടക്കണേ, വല്ലാണ്ട് വഴുക്കൂ. മഴക്കാലം എപ്പോ അങ്ങനെ തന്നെ. മോളെ മോളെ, നമുക്ക് അങ്ങനെ ഒന്നും
തെറ്റ് പറ്റിപ്പോയി കേട്ടാ. ക്ഷമിക്കമ്മനോട്. വേണ്ട അമ്മ, ഞാനാണ് അമ്മേനോട് ക്ഷമ ചോദിക്കേണ്ടത്. ഇനി എന്തിനാ എല്ലാവരും കരയണത്? സന്തോഷിക്കല്ലേ വേണ്ടത്. ഇനി അടുത്ത കാര്യം എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ നീങ്ങുക. അല്ലാണ്ട് പിന്നെ എന്തിനെ കരഞ്ഞു കളഞ്ഞിട്ട് എന്താണ്? നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. വാ അമ്മേ, ചോറെടുത്തമ്മേ. നീ എന്തിവിടാ? അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടി എൻ്റെ മരുമോളായിട്ട്. എനിക്ക് ഈ വയസ്സാം കാലത്ത് പെണ്ണന്വേഷിച്ച് നടക്കാൻ തന്നെ കൊണ്ടാവൂല. എന്താ നിനക്ക് വല്ല കുഴപ്പമുണ്ടായാലും അവളെ ഇങ്ങോട്ട് കൂട്ടിയേനി? നീ എന്നോട് ക്ഷമിക്കണം. അല്ല, അപ്പൊ കാര്യങ്ങളൊക്കെ ഭംഗിയായില്ലേ? സന്തോഷായില്ലേ? ഞാൻ നിക്കണ പോണ. അത് ഞങ്ങൾ എന്തായാലും ഓക്കെ ആക്കിയേക്കും അല്ലേ? ജീവിതത്തിൽ എല്ലാവർക്കും അവരവരുടേതായ റോളുകളുണ്ട്. അത് അച്ഛനായാലും അമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും. തന്റെ മകനാണെന്ന സ്വാതന്ത്ര്യം അമിതമായി അമ്മ മകനിൽ ചുമത്തിയാലും, തന്റെ ഭർത്താവാണെന്ന സ്വാതന്ത്ര്യം അമിതമായി ഭാര്യ ഭർത്താവിന്റെ മേൽ ചുമത്തിയാലും അതെല്ലാം പ്രശ്നങ്ങൾക്ക് മാത്രമേ വഴിവെക്കൂ. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് മേൽ അധികം കടന്നു കയറാതിരിക്കുക. എല്ലാവരും കൂടിച്ചേരുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അതൊരിക്കലും മറക്കാതിരിക്കുക.